അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തലാലിൻ്റെ കൂടെ അറബിയുമ്മ യാത്ര ചെയ്യുകയാണ്. അപ്പോഴതാ അറബിയുമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. തുടർച്ചയായി വീണ്ടും റിങ് ചെയ്തപ്പോൾ അതാ അറബിയുമ്മ തൻ്റെ ബാഗിൽ നിന്ന് ആ ഒരു ഫോൺ എടുക്കുന്നു. ആഹാ, നാട്ടിൽ നിന്നാണല്ലോ. സുൽഫത്താണ് വിളിക്കുന്നത്. ഉമ്മ, സുൽഫത്തുമ്മയാണോ? അതേടാ. സുൽഫത്തുമ്മ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് അറബിയുമ്മക്ക് വിളിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, തനിക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് സുൽഫത്തുമ്മ പെട്ടെന്ന് തന്നെ വിളിക്കുന്നത്. അതറിഞ്ഞ ആ രാത്രി സുൽഫത്തുമ്മക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല സന്തോഷം കൊണ്ട്. എന്തെന്നില്ല, എത്രയായിട്ടും ഉറക്കം വരുന്നില്ല. തൻ്റെ നാഫിമോളെയും നൂർമോളെയും കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അല്ലാ, ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ ഭാഗ്യം ഇത്ര പെട്ടെന്ന് നൽകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലല്ല. അൽഹംദുലില്ലാ, നിന്നോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻക്ക് ശേഷം ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചതാണ്. ഒരുപാട് മെഡിസിൻസൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അള്ളാഹു ഞങ്ങൾക്ക് തന്നില്ല. എങ്കിലും അൽഹംദുലില്ലാ, ഒരു കുഞ്ഞുങ്ങളും ഇല്ലാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ക്യാഷ് മുടക്കിയിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെയായിട്ട് പലതും ചെയ്തിട്ടും പക്ഷേ അവർക്ക് വരെ ഇതുവരെ ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അതുമാത്രമല്ല, എനിക്ക് ഒരു പൊന്നു മോനെയാണ് നീ സമ്മാനിച്ചത്. അതെ, ഉമ്മക്കും ഉപ്പക്കും അനുസരിച്ച് മാത്രം നിൽക്കുന്ന ഞങ്ങളുടെ പുന്നാര മോൻ. അല്ലാ, ഞങ്ങളുടെ മകൻക്കും നൂർമോൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. ഉമ്മാക്ക് ആ ദിവസം സന്തോഷം കൊണ്ട് എന്ത് പറയണം എന്നറിയുന്നില്ലായിരുന്നു. ആരൊക്കെ വിളിച്ച് പറയണം എന്നൊക്കെ തോന്നി. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ ഇതാ ലക്ഷണങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എങ്കിലും അത് ഇപ്പോഴത്തെ കാലത്താകുമ്പോൾ പല ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ അത് ഉറപ്പിക്കാൻ പറ്റുക. പഴയ കാലത്താണെങ്കിൽ പിന്നെ ആ ഡേറ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിച്ചു. പിന്നെന്തെങ്കിലും ക്ഷീണം പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ കോളായി. അതാണ് പഴയ കാലത്തെ ഒരു രീതി. ഇപ്പോഴാണെങ്കിലോ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് തെറ്റുമ്പോഴേക്കും ആ ടെസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടും പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ടും സ്കാനിങ് എടുത്തിട്ടും അങ്ങനെ ഒരുപാടാണ്. ഉപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല സുൽഫത്തെ, നിനക്കെന്താ ഇന്ന് ഉറക്കൂല്ലേ? ഇക്ക, ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, ആ ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത്. സുൽഫത്തെ, അതൊക്കെ ശരിയാണ്. നീ വല്ലാതെ സന്തോഷിക്കല്ലേ കേട്ടോ. നമ്മൾ അമിതമായി ഒന്നും സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ കൂടുതലായിട്ട് ആഹ്ലാദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ടെൻഷനായി മാറും. അതുകൊണ്ട് സുൽഫത്തെ, തൽക്കാലം നീ വന്ന് കിടക്ക് ഇപ്പോൾ. അല്ലാതെ നീ ഇപ്പോൾ രാത്രിക്ക് ഉറക്കമൊഴിച്ച് ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഇപ്പം എന്താ? ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്ന് സുൽഫത്തുമ്മ കിടക്കുവാൻ വേണ്ടി ഒരുങ്ങിയത്. അതും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി. സുൽഫത്തുമ്മ വിചാരിക്കാണ്, പഠിച്ചവനെ, എനിക്ക് നീ വല്ലാതെ സന്തോഷം തരുന്നു. സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ പിന്നെ സന്തോഷിക്കാൻ ഞാൻ പറ്റൂരല്ലോ. അതിനോട് കൂടെ ഞാൻ നിനക്ക് വേണ്ടി സ്തുതി പറയുകയാണ്. കാരണം എത്രയൊക്കെ തന്നെ സ്തുതി പറഞ്ഞാലും അതൊന്നും ഒരിക്കലും മതിയാവില്ല എന്നെനിക്കറിയാം. എങ്കിലും സന്തോഷം കൊണ്ടാണല്ലോ. നീ ഒന്നും വിചാരിക്കരുത്. നീ തന്ന നിഅമത്ത്, നീ തന്ന ആ സൗഭാഗ്യം, അതെ, അതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. അല്ലാ, സുൽഫത്തുമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ മോൻക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ സന്തോഷിക്കേണ്ട മറ്റൊരാളുണ്ടല്ലോ. അത് ആരായിരിക്കും? അത് മറ്റാരുമല്ല, നൂർ ഫാത്തിമയെ ജീവന തുല്യം സ്നേഹിക്കുന്ന, അറബ് നാട്ടിൽ അവൾക്ക് സംരക്ഷണം ഏകിയ അറബിയുമ്മയാണ്. അറബിയുമ്മയോട് ഈ ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഒരുപാട് സന്തോഷിക്കും. സന്തോഷിക്കട്ടെ. സന്തോഷമുള്ള വാർത്ത എല്ലാവർക്കും കൈമാറുന്നത് ഏറ്റവും നല്ലതാണല്ലോ. അല്ലാതെ ദുഃഖവാർത്തയല്ലല്ലോ ഇത്. അന്ന് സുൽഫത്തുമ്മക്ക്
അറബിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കണമെന്ന് തന്നെയായി. ഉപ്പ പറഞ്ഞു, സുൽഫത്തെ, നീ ഒന്ന് മര്യാദക്ക് കിടന്നേ. നീ ആരെയാണ് ഈ സമയത്ത് വിളിക്കുന്നത്? എല്ലാവരും ഉറങ്ങിയ ടൈമാണ് കേട്ടോ. ഈ സമയത്ത് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഇക്ക, നിങ്ങളെന്താ പറയണത്? ഞാനേ നമ്മളെ ഈ സന്തോഷവിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അറബിയമ്മനെ വിളിക്കുകയാണ്. അവിടെ അവർക്ക് അത്ര നേരമൊന്നും വൈകിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അതിനെന്താ, വിളിച്ചൂടെ? സുൽഫത്തെ, നാളെ വിളിച്ചാൽ പോരെ? സാവകാശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തട്ടെ. അല്ലാതെ നീ നിൻ്റെ ഒരു അടയാളം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട്, പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു ഉറപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാതെ എങ്ങനെയാണ് സുൽഫത്തെ നമുക്കത് അതിൻ്റെ റിസൾട്ട് പറയാൻ കഴിയുക? നീ ഒന്ന് ശരിക്ക് കിടക്ക്. ഉപ്പ വീണ്ടും വീണ്ടും ഉമ്മയെ നിർബന്ധിക്കുന്നു. പക്ഷേ ഉമ്മക്ക് എന്തെന്നറിയില്ല, അറബി ഉമ്മയെ അറിയിക്കാതെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം നൂർ ഫാത്തിമക്ക് അത്രക്കും സംരക്ഷണമേകിയ ആ കൈകളാണ് അത് നൂർ ഫാത്തിമക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നുമാണ്. പിന്നീട് സുൽഫത്തുമ്മ അതാലോചിച്ചു, പഠിച്ചോനെ, ഞാൻ എൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുക പറഞ്ഞപ്പോൾ ഇത്രയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ നൂർ ഫാത്തിമയുടെ പെറ്റമ്മ അവരെത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ കുട്ടിക്ക് അതൊന്നും കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. അങ്ങനെ ആയിപ്പോയത് കൊണ്ട് പാവം അവൾക്ക് എന്തായാലും പെറ്റമ്മയുടെ കൂടെ കുറച്ച് കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും. പക്ഷേ സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സാരമില്ല, അള്ളാഹുവിൻ്റെ വിധി. എന്നാലും അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദീനിലേക്ക് വന്ന് ഒരു ഉസ്താദിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാഷാ അല്ലാ, അതൊക്കെ അവൾക്കൊരു ഭാഗ്യം തന്നെയല്ലേ. പഠിച്ചോനെ, ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. ഇക്ക, നിങ്ങൾ ഉറങ്ങിക്കോളിട്ടോ. ഞാനിതാ ഈ ഡൈനിങ് ഹാളിലൊന്നുണ്ട്. അതെന്താ? എനിക്ക് ഭയങ്കര പൊറുതിയേട്. അറബിയമ്മയെ അറിയിക്കാൻ ഞാൻ പറ്റൂലേ? അവർ ഓരോന്നും കാത്തു നിൽക്കുന്നവരല്ലേ. നമ്മളെന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയാൻ ഞാൻ മോശമല്ലേ? എന്നാൽ ചെല്ലേ, നീ വിളിച്ചോ. ഉപ്പ സമ്മതം കൊടുത്തു. അതാ ഉപ്പയുടെ സമ്മതപ്രകാരം അറബിയും സുൽഫത്തുമ്മ വിളിക്കുകയാണ്. അപ്പോഴാണ് അറബിയുമ്മ ഫോൺ എടുക്കുന്നത്. അസ്സലാമു അലൈക്കും യാ ഹബീബി. വഅലൈക്കും അസ്സലാം. അറബിയുമ്മ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, റാഹത്താണ്. എവിടെ തലാലിന് സുഖമല്ലേ? തലാലിന് സുഖം തന്നെയാണ്, എല്ലാവർക്കും സുഖം തന്നെയാണ്. എന്തു പറ്റി സുൽഫത്ത്? ഈ ഒരു ടൈമിന് നിങ്ങളെ നാട്ടിൽ ഉറങ്ങുന്ന സമയമല്ലേ? ഈ ഒരു ടൈമിന് എന്താപ്പോൾ വിളിക്കാൻ? അർജൻറ്റായിട്ട് വല്ലതും? അറബിയുമ്മ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എന്താ സുൽഫത്തെ, പറയൂ. എന്താണ്? സന്തോഷമുള്ളതല്ലേ? അൽഹംദുലില്ലാ, എന്തായാലും പറയൂ സുൽഫത്ത്. അതെ, നമ്മളെ നൂർ ഫാത്തിമ, അവൾക്ക് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അറബിയമ്മ അതാ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുകയാണ്. അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. മാഷാ അല്ലാ. സുൽഫത്തെ, എന്നിട്ട് എനിക്ക് സങ്കടം വരുന്നു സുൽഫത്തെ. എനിക്കെൻ്റെ മോളെ കാണണമെന്ന് തോന്നുകയാണ്. അറബിയമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അവളെ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. സുൽഫത്തെ, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മോളെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ എനിക്ക് അവളെ കാണണമെന്ന് തോന്നുകയാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അവളെ. അറബിയമ്മ, എന്തപ്പോൾ ചെയ്യുക? കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ കാണാൻ വരാലോ. നിങ്ങൾ നാട്ടിലേക്കൊക്കെ വരി. സുൽഫത്തെ, എനിക്ക് എൻ്റെ നൂർ ഫാത്തിമയെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരട്ടെ? അവൾ ഇവിടെ വളർന്നോട്ടെ, ഇവിടെ ജീവിച്ചോട്ടെ അവൾ. അതായിരിക്കും നല്ലത്. അറബിയമ്മ, നിങ്ങൾ അങ്ങനെ പറയില്ലേ. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ അതൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഉറപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. സുൽഫത്തമ്മയോട് അറബിയമ്മ പറഞ്ഞു. സുൽഫത്തെ, ഞാനെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരു നോമ്പും നഷ്ടപ്പെട്ടിട്ടില്ല. ആണോ? ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതെ, ഞാനതെല്ലാം നോക്കിയിരുന്നു. നമ്മളുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട
എല്ലാ പെൺകുട്ടികൾക്കും ഒക്കെ അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ നൂർ ഫാത്തിമക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോഴന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. ഇപ്പോഴതാ ഷവ്വാലായില്ലേ, മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും വന്നത് തന്നെയാണ്, നിക്കാഹ് കഴിഞ്ഞത് തന്നെയാണ് കണക്ക്. അൽഹംദുലില്ലാ. നൂർ ഫാത്തിമയുടെ ആ ഒരു മുഖം അറബി ഉമ്മക്ക് വളരെയധികം ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. തലാൽ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തലാലിൽ നിന്ന് അത് മറച്ചു വെക്കണോ എന്ന് വരെ അറബി ഉമ്മക്ക് തോന്നിപ്പോയി. പക്ഷേ ഫോൺ വന്നത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലല്ലേ, അപ്പോൾ പിന്നെ ഒന്നും മറച്ചു വെക്കാനും വയ്യല്ലോ. സുൽഫത്തെ, എന്നാൽ ശരി, അൽഹംദുലില്ലാ. പിന്നെ മോളെ കാര്യം പ്രത്യേകം നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അറബിയുമ്മ, നിങ്ങളൊന്നും പേടിക്കണ്ട ഒരു കാര്യത്തിലും. അവളുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നോക്കിയെടുക്കും, ഉറപ്പാണ്. സുൽഫത്തെ, പിന്നെ അവളെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കാൻ പറയണേ മോളെ എല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതാ സുൽഫത്തുമ്മ ഫോൺ കട്ട് ചെയ്തു. ഇപ്പോഴാണ് പഠിച്ചവനെ ഒരു സമാധാനമായത്. മറ്റേത് ഈ ഒരു സന്തോഷ വിവരം ആരോട് പറയും? ഇവിടെ അയൽവാസികളോടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞാലും തന്നെ അവരെന്തെങ്കിലുമൊക്കെ കളിയാക്കും. എന്താ ഇപ്പോൾ കല്യാണം പാർട്ടിയൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സുൽഫത്തുമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. പഠിച്ചവനെ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ആലോചിക്കണം. ഇപ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥം വന്നതുപോലെ തോന്നുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുക. നേരം ഒന്ന് വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ. നൂർ ഫാത്തിമയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കായിരുന്നു, എന്തെങ്കിലും സ്പെഷ്യലായിക്കൊണ്ട്. ആ രാത്രിയിൽ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ തേന്മഴ പെയ്യുകയായിരുന്നു. നൂർ ഫാത്തിമ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ, ഉസ്താദേ. ഇല്ല, ഉറങ്ങിയെന്ന് തോന്നുന്നു. നാഫിക്ക, നാഫിക്ക എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമ അതാ ഉസ്താദിൻ്റെ നെഞ്ചിൽ കൈവെക്കുന്നു. പെട്ടെന്ന് ഉസ്താദ് കണ്ണുകൾ തുറന്നു. നൂർ മോളെ, എന്തു പറ്റി? ഞാൻ അറിയാതെ ഒന്ന് കണ്ണടച്ചു പോയി. എന്തെങ്കിലും പ്രോബ്ലം? ഹേയ്, ഒന്നുമില്ല ഉസ്താദേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉസ്താദിന് കഴിയുമോ അത് സാധിപ്പിച്ചു തരാൻ? എന്താ മോളെ? നൂർ ഫാത്തിമ പറയൂ. എന്നെക്കൊണ്ട് കഴിയണമെങ്കിൽ തീർച്ചയായും ഞാനത് നിനക്ക് സാധിപ്പിച്ചു തരും. ഉസ്താദേ, നമുക്ക് നാളെ എൻ്റെ വീട്ടിൽ പോയാലോ? മമ്മിയെയും പപ്പയെയും കാണാൻ കൊതിയായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പടച്ചോനെ, ഉമ്മ വിടുമെന്ന് തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിൽ. എന്തപ്പോൾ ഞാൻ ചെയ്യുക? അവൾക്കാണെങ്കിൽ അവളുടെ മമ്മയുടെയും പപ്പയുടെയും കൂടെ നിൽക്കുവാനും കാണാനും കൊതിയായിട്ടുമുണ്ടാവും. പക്ഷേ അവളുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല. അതെല്ലാം അവൾ നേടിയെടുക്കട്ടെ. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ പിന്നീട് നാഫി ഉസ്താദിന് ഉറക്കം വരുന്നില്ല. അല്ലാ, എന്താണ് ഞാൻ ചെയ്യുക? നിനക്ക് ഹൈറായൊരു തീരുമാനം നീ എനിക്ക് എടുത്തു തരണേ അല്ലാ. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഉമ്മ അടുക്കളയിലെത്തിയിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഉമ്മ പിന്നെ കിടന്നില്ല. ഉമ്മ സുബഹി നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക്. പതിവില്ലാത്ത പോലെ ഇത്ര പെട്ടെന്ന് കിച്ചണിലെത്തുന്ന കാര്യം ഉപ്പ ചോദിച്ചു. ഇന്നെന്താ സുൽഫത്തെ, പതിവിലും നേരത്തെയാണല്ലോ. സ്കൂളിലൊന്നും കുട്ടികൾക്ക് പോകാനൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഇക്ക, ഇതുവരെ വീട്ടിൽ 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരാൾ കൂടി വരാൻ പോവല്ലേ, അപ്പോൾ അതിനുള്ളത് കൂടി കൂട്ടി ഉണ്ടാക്കാനാണ്. സുൽഫത്തെ, ഈ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ കുട്ടിയൊന്നും ഉണ്ടായി ഇങ്ങോട്ട് വരട്ടെ. അതിൻ്റെ മുമ്പ് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങോട്ട് നെയ്ത് കൂട്ടും. പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഖേദവും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, പാകത്തിന് മാത്രം നമ്മൾ സന്തോഷിക്കുക. സന്തോഷിക്കുന്നതിനിടയിലും നമ്മൾ ചിന്തിക്കുക, പഠിച്ചോനെ ഈ സമയവും കടന്നു പോവുമല്ലോ. അന്ന് പുലർച്ചെ തന്നെ പെട്ടെന്ന് അടുക്കളയിൽ കയറി ഉമ്മ ഓരോന്ന് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് നാഫി ഉസ്താദ് അങ്ങോട്ട് അടുക്കളയിലേക്ക് വന്നു. ഉമ്മ, ഇന്നെന്താ പെട്ടെന്ന് എല്ലാം സെറ്റാക്കുന്നുണ്ടല്ലോ? മോനെ, അത് പിന്നെ എനിക്കെങ്ങനെയാടാ സന്തോഷം വന്നാൽ പിന്നെ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പണിയൊക്കെ കഴിച്ച് എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് ഉമ്മ. മോനെ, പിന്നെ മോള് എണീറ്റിട്ടുണ്ടോ?
അവൾ തഹജ്ജുദ് നിസ്കരിച്ച് പിന്നീട് സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ അറിയില്ല, അറിയാതെ ഉറങ്ങിപ്പോയോ എന്തോ. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. മോനെ പോകല്ലേ, പോകുന്നതിന് മുമ്പ് ഇതാ ഇത് കൊണ്ടുപോയി കൊടുക്ക് മോൾക്ക് കുടിക്കാൻ. ഇതെന്താ ഉമ്മ? അതൊക്കെ ഉണ്ട്, നീ കൊടുത്താൽ മതി. നൂർ ഫാത്തിമ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതിനിടയിൽ നിന്നാണ് അടുക്കളയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ സമാധാനം വന്നില്ല. അവൾ നേരെ എണീറ്റ് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോഴതാ നാഫി ഉസ്താദ് ഒരു ഗ്ലാസ്സിൽ എന്തോ ആയിട്ട് വരുന്നു. ഇതെന്താണ്? നിനക്ക് വേണ്ടി ഉമ്മ തന്നതാണ്. ഹേയ്, ഞാൻ അങ്ങോട്ട് വന്ന് കുടിച്ചോളാം. നൂർ ഫാത്തിമ മെല്ലെ അടുക്കളയിലെത്തി. മോളെ, നൂർ മോളെ, എന്താ മോളിപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത്? മോള് ചെല്ലേ, പോയി കിടന്നോ, കുഴപ്പമില്ല. ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ടറിയാം. ഒരു 4-5 മാസം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ചും കണ്ട് കഴിയണം ഒന്ന് റെഡിയാണെന്നുണ്ടെങ്കിൽ. മോള് ക്ഷീണം മാറ്റി. ഇപ്പോൾ ഇവിടെ അതിനകത്തുള്ള പണിയൊന്നുമില്ല. പിന്നെ ഉമ്മാക്കാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. അപ്പോൾ മോള് ചെല്ലേ, മോള് അവിടെ പോയി കിടന്നോ, റെസ്റ്റ് എടുത്തോ. ഇപ്പോഴെന്നെ ഇങ്ങനെ നടന്നൊന്നും വരല്ലേ. ഉമ്മ, എന്താ ഉമ്മ പേടിക്കുന്നത്? ഇതിനൊരു അസുഖം എന്നല്ലല്ലോ, ഒരിക്കലും അസുഖമല്ലല്ലോ നമുക്കിത്. നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമാണത്, അസുഖമല്ലല്ലോ. മോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മോളിപ്പോൾ അങ്ങോട്ട് ചെല്ലേ. മോൾക്കെല്ലാം അറിയാമായിരിക്കും. മോൾ സിസ്റ്ററാണ്, BSc നേഴ്സാണല്ലോ, നേഴ്സിംഗൊക്കെ പഠിച്ച ആളാണല്ലോ. ഓ, അപ്പോൾ എന്തായാലും ഞങ്ങളെക്കാളും വിവരം നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലോ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊക്കെ പഴയ അറിവുകളാണ് ഉമ്മമാരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾക്കൊന്നും പറ്റൂലായിരിക്കും, കാരണം നിങ്ങളൊക്കെ പഠിച്ച് വളർന്ന കുട്ടികളാണ്. നിങ്ങളുടെ ശൈലിയും കാര്യങ്ങളൊക്കെ അത് വേറെ ആയിരിക്കും. എന്നാലും ഈ ഉമ്മാക്ക് പഴമയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പറയാനുണ്ട് കേട്ടോ. ആ ഉമ്മാക്കൊരു പൂതിയാണ്. അപ്പോൾ എൻ്റെ മോള് തൽക്കാലം അങ്ങോട്ട് പോയിക്കോളി, ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട. അതെ, ഇനിയിപ്പോൾ ഇതിൻ്റെ സ്മെല്ലും ഇതൊക്കെ അടിച്ചതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ നേരത്ത് അത് തിന്നാൻ കഴിയാതെ വരും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഞാൻ മോളെ വിളിക്കാം. ചെല്ലേ, മോള് പോയി റെസ്റ്റ് എടുക്ക്. നൂർ ഫാത്തിമയെ സുൽഫത്തുമ്മ അതാ റൂമിലേക്ക് തന്നെ പറഞ്ഞേക്കുകയാണ്. നൂർ ഫാത്തിമ റൂമിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് അപ്പോഴേക്കും അതാ നാഫി ഉസ്താദും റൂമിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഉമ്മ വിളിച്ചു, നാഫി മോൻ ഇവിടെ വരൂ. പഠിച്ചോനെ, എന്താന്നാവോ. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ കൂടെ ഇരിക്കാനാണ് ഉസ്താദിന് താല്പര്യം. ഉമ്മ എന്തിനോ വിളിച്ചു. അതെ, പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, മോനെ പ്രസ് ഒന്ന് അമർത്തിക്കൊണ്ടിട്ടോ. ഷടാ, ഉമ്മാക്ക് ഇഷ്ടമാണ്, ഉണ്ടാക്കി കൊടുക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ നൂർ ഫാത്തിമ റൂമിലായപ്പോൾ ഉസ്താദിന് എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. എന്താ മോനെ, കഴിയുന്നില്ലേ അമർത്താൻ? ഞാൻ അമർത്തണോ? ഹോ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ചെല്ല് മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അങ്ങനെ ഉസ്താദിനെയും അതാ പറഞ്ഞേക്കുന്നു. ഹോ, ഓൻ്റെ ഒരു കാര്യമേ അധികമായിട്ടില്ലല്ലോ, നിക്കാഹ് കഴിഞ്ഞിട്ട് 1 മാസമാണ് കണക്ക്. നോമ്പിൻ്റെ 2-3 ദിവസം മുമ്പല്ലേ കഴിഞ്ഞത്. നാഫി ഉസ്താദ് റൂമിലേക്ക് വന്നപ്പോൾ നൂർ ഫാത്തിമ എണീറ്റ് വേഗം അവൾ വീണ്ടും അടുക്കളയിലേക്ക് വരികയാണ്. എന്താ നൂർ മോളെ, മോളോട് ഞാൻ പറഞ്ഞില്ല അവിടെ പോയി കിടക്കാൻ. അതുമ്മ, എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു നാഫിക്ക ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അത് നാഫിക്ക അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ എനിക്കൊരു ആകെ ഒരു ടെൻഷന്. ഉമ്മ ഒറ്റയ്ക്കല്ലേ ഇവിടെ എല്ലാവർക്കും കൂടി ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഉമ്മ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, ഉമ്മ. മോളെ, എൻ്റെ മോൾക്ക് എന്നാൽ അവിടെ കിടക്കാൻ പൊറുതിയരാണെങ്കിൽ ഇവിടെ വന്നിരുന്നോ ഉമ്മാൻ്റെ മുമ്പിൽ. അപ്പോഴേക്കും നാഫി ഉസ്താദും അങ്ങോട്ട് വന്നു. ഇനി അവനക്ക് അമർത്താനൊക്കെ നല്ല ബലം ഉണ്ടാവും. നേരത്തെ അമർത്തിയിട്ട് ശരിക്കും കണ്ട് അമരണില്ലായിരുന്നു. അവനിങ്ങനെ എന്തോ ഒരു, അതെ നിന്നെ കാണാനായിട്ടേ നൂർമോള് ഇവിടെ വന്നിരുന്നാൽ മോന് നല്ല സ്പീഡും കൂടും, ഉറപ്പാണ്. നാണിച്ചുകൊണ്ട് ഉസ്താദതാ അടുക്കളയിലേക്ക് തന്നെ വന്നു. ഈ ഉമ്മ എന്നെ വല്ലാതെ നാണം കെടുത്തുന്നുണ്ട് കേട്ടോ മോനെ. അതൊന്നല്ലടാ, ഉമ്മ പിന്നെ കാര്യങ്ങൾ ആരോടും പറയുമല്ലോ. എൻ്റെ മോൻക്ക് ഇനി സമാധാനമായില്ലേ? അവളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാഫി ഉസ്താദ് മെല്ലെ ചിരിച്ചു. പിന്നെ ഞാൻ മോളോട് പോകാൻ പറഞ്ഞത് എന്താണെന്നോ, നമ്മളിവിടെ ഈ പത്തിരിയും ചിക്കൻ കറിയും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു, അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ നേരത്തെ സ്മെല്ലും എല്ലാം കൂടെ ആയിട്ട് എന്തൊക്കെയോ തലക്കോ ശരീരത്തിനോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥ വരാനുണ്ട്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉമ്മ
അതൊന്നും സാരല്ലമ്മ, അതൊക്കെ പഴയ ആളുകളൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ മോനെ. ഗർഭം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവൽക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സാധാരണ പോലല്ലല്ലോ ശരീരമൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. നമുക്ക് അള്ളാഹു നൽകണമല്ലേ, നമ്മൾ ശ്രദ്ധിക്കണേ. ഉമ്മ പത്തിരി ചുട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നൂർ ഫാത്തിമ വന്ന് ചട്ടകം വാങ്ങുന്നു. ഉമ്മ, ഞാൻ ചൂടാം. ഹേയ് വേണ്ട മോളെ, മോൾ ആ ചൂടത്ത് നിൽക്കണ്ട. ഉമ്മ, ഇവിടെ ഇത് ഗ്യാസുമ്മലല്ലേ ചുടണത്. എന്നാലും എന്താ, നല്ല കുതിരശക്തിയുള്ള ഹോഴ്സ് പവറാണ് കേട്ടോ. അപ്പോൾ കൂടുതലാണ് ചൂട്. മോളിങ്ങോട്ട് മാറി നിൽക്ക്. എങ്കിലും നൂർ ഫാത്തിമ ഓരോ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവർ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എല്ലാം ഡൈനിങ് ഹാളിൽ സെറ്റാക്കുകയാണ്. എല്ലാത്തിനും നൂർ ഫാത്തിമയും കൂടി. ഉപ്പയും വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നു. എല്ലാവർക്കും ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ നിൽക്കുകയാണ്. പത്തിരിയിൽ അല്പം ചിക്കൻ കറി വറുത്തരച്ചത് അവൾ ഒഴിച്ചു. എന്നിട്ട് ഒരു പത്തിരിയുടെ പകുതി തിന്നു. അപ്പോഴേക്കും എന്തൊക്കെയോ അവൾക്കൊരു മനം മാറ്റം എന്തൊക്കെയോ വന്നു. പിന്നീട് അതവൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് തിന്നാൻ കഴിയണില്ല ഉമ്മ. മോളെ സാരല്ല, മോൾ പേടിക്കണ്ട. മോളെന്തിനാ പേടിക്കണേ? നിൻ്റെ ഉമ്മ തന്നെയല്ലേ ഞാൻ, എന്നോട് പറയാലോ ധൈര്യമായിട്ട്. പേടിച്ച് പറയണ്ട കേട്ടോ. മോളുടെ പെറ്റുമ്മ പോലെ തന്നെയാണ് ഞാനും കേട്ടോ. മോളുടെ നാഫിക്കാനെ പ്രസവിച്ച് ഞാനല്ലേ, അപ്പം മോളുടെ ഉമ്മയല്ലേ ഞാൻ. അതുകൊണ്ട് എൻ്റെ മോള് ഒന്നും പേടിക്കണ്ട. ശരിക്കും പറഞ്ഞോ, കഴിയൂലെങ്കിൽ അവിടെ വെച്ചോ. കഴിയൂല, ഭക്ഷണം കഴിക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ തിന്നിട്ട് കാര്യമില്ല. കഴിയൂല, ശരിയാണ്, എനിക്കറിയാം. എനിക്കൊക്കെ നല്ല അനുഭവിച്ചത് തന്നെയാണ് ഞാൻ. അവരെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ, ഞാനിപ്പോൾ വരാം. നൂർ ഫാത്തിമ ആ റൂമിലേക്ക് പോയി. അവളങ്ങ് കിടന്നു. പിന്നാലെ നാഫിൾ ഉസ്താദ് പോകുവാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു, നാഫിൾ അവിടെ ഇരിക്കും മോനെ, മോൻ ചായ കുടിക്ക്. അവൾക്കിപ്പോൾ തിന്നാൻ കഴിയൂല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ചെറിയ അരി പൊടിയരി കഞ്ഞി വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു ക്ഷീണത്തിനും ഒരു ആശ്വാസം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും. ഇപ്പോൾ ഒന്നും വയറിൽ നിൽക്കാത്ത സമയമാണ്. അപ്പോൾ അവിടെ കിടക്കട്ടെ ഓള്. ഒരു 10 മണിയായിട്ട് ഞാൻ അവൾക്കുള്ളത് കൊടുക്കാം. ഇപ്പോൾ അവൾക്കൊരു പക്ഷേ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് നാഫി ഉസ്താദ് അതാ നൂർ ഫാത്തിമയുടെ റൂമിലേക്ക് വീണ്ടും. അവൾ പാതി മയക്കത്തിൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മുഖം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണാൻ വല്ലാത്തൊരു മനോഹാരിത തോന്നി. പടച്ചോനെ, ഈ പെണ്ണിനെന്താ മൊഞ്ച് കൂടിക്കൂടി വരികയാണല്ലോ. ഉറങ്ങുമ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ണുകൾ മുഴുവനായിട്ട് അടച്ചിട്ടില്ലല്ലോ, പാതി മയക്കത്തിൽ. അല്ല, അത് ചില ആളുകളെ ഉറങ്ങുമ്പോൾ അങ്ങനെയായിരിക്കും, കണ്ണുകളിങ്ങനെ പകുതി അടഞ്ഞുകൊണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ, പാവാണ്. ഉസ്താദ് മെല്ലെ പുറത്തേക്കിറങ്ങി. അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അവളൊരു കാര്യം പറഞ്ഞിരുന്നു എന്നോട് ഇന്നലെ രാത്രി. എന്താ മോനെ? അത് അവൾക്ക് അവളെ മമ്മയെയും പപ്പയെയും കാണണം, അവരുടെ അടുത്തേക്ക് പോകണം ഇന്നെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ മോനെ, ഞാൻ എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റൂല. കാരണം ഞാൻ എന്താ ചെയ്യുക എനിക്കറിയണില്ല. പെറ്റുമ്മയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊക്കെ തന്നെയാണ്. അതും ഈ ഒരു അവസരത്തിൽ ആ കുട്ടിക്ക് അവളെ നൊന്ത് പ്രസവിച്ച ആ അമ്മയെ കാണണമെന്നൊക്കെ പറയുമ്പോൾ അത് പോവായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയാകുമ്പോൾ അതും അത്ര ദൂരം എങ്ങനെ പോകും എന്നെനിക്കറിയുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റും മോനെ, ആരുമില്ലാതെ? ഒരു പക്ഷേ നിങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവളെ നൂർ ഫാത്തിമയെ തട്ടിയെടുക്കാൻ അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ എനിക്ക് പേടിയാകുന്നു മോനെ, അതും ഈ ഒരു അവസ്ഥയിൽ. ഉമ്മ, നോക്കാം ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സുൽഫത്തുമ്മക്ക് നല്ല ടെൻഷൻ വന്നിരുന്നു. പക്ഷേ പെറ്റുമ്മയെ കാണണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അത് കാണിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമുള്ള കേസാണല്ലോ. മോനെ, നമുക്കെന്നാൽ ഒരുമിച്ച് പോകാം, അതല്ലേ നല്ലത്. അവിടെ സീനൊന്നുമില്ല എന്ന് കണ്ടാൽ നിങ്ങളങ്ങോട്ട് വന്നാൽ മതി. ഉമ്മ, എനിക്ക് പേടിയൊന്നുമില്ല ഇനി. എന്തിനമ്മ മരിക്കാൻ ഭയം? മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. എന്താ, നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം ചൊരിഞ്ഞു വരികയാണ്. അപ്പോൾ എൻ്റെ മോനെ തെറ്റായ രീതിയിലൊന്നും പറയല്ലേ.
നമുക്ക് ഒരുമിച്ച് പോകാം, അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ അല്ലാതെ മോനെ എനിക്ക് ടെൻഷനാണ്. അങ്ങനെ അതാ നൂർ ഫാത്തിമ എന്ന റീനയുടെ ആ ഒരു വീട്ടിലേക്ക് സുൽഫത്തുമ്മയും ഉപ്പയും നാഫി ഉസ്താദും നൂർ ഫാത്തിമയും പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഇൻഷാ അല്ലാ അവിടെ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.